ഹായ് ഫ്രണ്ട്സ്, മലയാളം വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂവി റിവ്യൂ ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ദ ഹണ്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഓക്കെ, എനിക്കെന്താണ് തോന്നിയത്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ദ ഹണ്ട് ഷാജി കലാസ് സംവിധാനത്തിൽ നമ്മുടെ ഭാവന അജ്മൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മാത്രപ്പെട്ട സിനിമയാണ് ദ ഹണ്ട് എന്ന് പറയുന്ന സിനിമ. ഓക്കെ, ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ പഴയകാല ഷാജി കലാസ് ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫുൾ ആക്ഷൻ ചിത്രങ്ങളായിരിക്കും. പക്ഷേ അതൊന്നും വ്യത്യസ്തമായൊരു ചിത്രമാണ് ദ ഹണ്ട് എന്ന് പറയുന്ന സിനിമ. അങ്ങനെ പറയാൻ കാരണമുണ്ട്. നമ്മൾ പഴയകാല ഷാജി കലാസ് ചിത്രങ്ങളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഫുൾ ആക്ഷൻ നിറഞ്ഞ ചിത്രങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് ഉടനീളം പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഈ സിനിമയുടെ പ്ലോട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയാനില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമ തുടങ്ങുന്നത് ഒരു മെഡിക്കൽ കോളേജിലാണ്. അവിടുത്തെ വിദ്യാർത്ഥിയായിരിക്കും നമ്മുടെ നായികയായ കീർത്തി എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയാണ് കീർത്തിയായിട്ട് പ്രധാന വേഷത്തിലെത്തുന്നത്. അവിടുത്തെ വിദ്യാർത്ഥിനിയായിരിക്കും നമ്മുടെ കീർത്തി. അവിടെ നിന്നാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ കോളേജിൽ അവൾ പഠിക്കുന്ന കോളേജിൽ ഒരു ക്രൈം നടക്കും. അതിന് ചുറ്റിപ്പറ്റി നടക്കുന്ന അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ ഉടനീളം പറഞ്ഞു പോകുന്നത്. പൊതുവെ ശാസ്ത്രത്തിലും യുക്തിയിലും വിശ്വസിക്കുന്ന കീർത്തിയുടെ യാദൃശ്ചിക ഒരു അതീന്ദ്രിയ അനുഭവത്തിലൂടെയാണ് ഹണ്ട് മുന്നോട്ട് പോകുന്നത്. ആത്മാവ്, മരണാനന്തര ജീവിതം ഒക്കെ സംസാരിക്കുന്ന സിനിമയിൽ യുക്തിക്ക് സ്ഥാനമില്ല. എന്നാലും സിനിമ തുടങ്ങി അവസാനിക്കും വരെ വിചിത്രവും തീർത്തും യുക്തിരഹിതവുമായ അനുഭവങ്ങളാണ് ഹണ്ട് തരുന്നത്. ഒരു ആത്മാവിന് പുറകെയുള്ള പ്രധാന കഥാപാത്രത്തിൻ്റെ യാത്ര എന്നതാണ് മുഖ്യ തീം. പ്രേക്ഷകർ അതായത് മുഖ്യ തീമും പ്രേക്ഷകരും തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു പോകുന്നത് ഈ ക്രൈം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അതായത് ഈ കോളേജിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു പോകുന്നത്. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമ്മളെ പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു. പഴയകാല ഷാജി കലാസ് ചിത്രങ്ങൾ കാണുന്ന ആ ഒരു മോഡൽ എങ്കിലും ആ ഒരു ഇതിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ ഈ സിനിമയിലെ ഗതി മാറി മറിയുകയാണ് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് ഹാഫിൽ പറഞ്ഞു പോകുന്നത് ഈ സിനിമയിലെ കുറ്റാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ പറഞ്ഞു പോകുന്നത്. അതായത് നമ്മുടെ നായകനും അതായത് കൂട്ടാളികൾ തമ്മിൽ ചേർന്നുള്ള കുറ്റാന്വേഷണം ആണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. അത് വേറെ വഴിത്തിരിവിലൂടെ പോകുന്നതും പിന്നെ ക്ലൈമാക്സിൽ ആ പ്രതിയെ പിടിക്കുന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അതായത് ഈ സിനിമയ്ക്കകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് അവിടെ ഇവിടെ ലാഗ് അടുപ്പിച്ചു എങ്കിലും അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ തന്നെ വിശേഷിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ദ ഹണ്ട് എന്ന് പറയുന്ന സിനിമ. ഫാമിലിയായിട്ട് പോയിട്ടിരുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു തവണ കണ്ടിട്ട് പോരാവുന്ന ഒരു സിനിമ കൂടിയാണ് ദ ഹണ്ട് എന്ന് പറയുന്ന സിനിമ. നമ്മൾ പഴയകാല ഷാജി കലാസ് ചിത്രങ്ങൾ കാണാൻ പോകുന്നത് പോലെ ഈ സിനിമയെ പോയി സമീപിക്കരുത്. ഫലം നിരാശയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി അതായത് ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി എത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, എന്തായാലും അടിപൊളി ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമ തന്നെയാണ് ദ ഹണ്ട് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്ക് എല്ലാ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരെ കുറച്ചൊക്കെ പിടിച്ചിരുത്താൻ പറ്റിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ ആ ചെറിയൊരു ലാഗ് ഞാൻ പറഞ്ഞല്ലോ, ആ ചെറിയൊരു ലാഗ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരെ അത്ര തൃപ്തി പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലും 5-4 ഞാൻ കൊടുക്കും. കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ദ ഹണ്ട് എന്ന് പറയുന്ന സിനിമ. നമ്മൾ പഴയകാല ഷാജി കലാസ് ചിത്രങ്ങളെ പോലെ അല്ലെങ്കിലും ഈ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന
കാര്യങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് എടുത്തു കാണിച്ചു തരുന്നത് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ കാരണം. ഓക്കെ, ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ഭാവനയെ കൂടാതെ അജ്മലുണ്ട്, അതുപോലെ തന്നെ ചന്തുനാഥ്, രഞ്ജിത്ത് പണിക്കർ എന്നിവരൊക്കെ ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ പെർഫോമൻസ് എടുത്ത് പറയുകയാണെങ്കിൽ പെർഫോമൻസ് എല്ലാവരുടെയും പക്ക തന്നെയായിരുന്നു. അതായത് കീർത്തിയുടെ ഭാവനയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ചന്തുനാഥിൻ്റെ, അതുപോലെ തന്നെ അജ്മൽ, അതുപോലെ തന്നെ നന്ദു, അതുപോലെ തന്നെ രഞ്ജിത്ത് പണിക്കർ, എല്ലാവരും അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ BGM, മ്യൂസിക്, ആക്ഷൻ എല്ലാം പക്ക തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി എത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കാതിരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.